ഫ്രണ്ട്സ്, ഷൈനിക് ടാരോട്സിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ ഇത്രയും നല്ലൊരു ആത്മാവായിട്ടും എന്തുകൊണ്ടാണ് മറ്റുള്ളവർ നിങ്ങളെ വേദനിപ്പിക്കുന്നത്? നമ്മൾ നല്ല കാര്യങ്ങൾ മാത്രം ചെയ്ത് എല്ലാവരെക്കുറിച്ചും നല്ലത് ചിന്തിച്ചിട്ടും നമുക്കെന്നും എന്തുകൊണ്ടാണ് ദുഃഖം മാത്രം? ഇതാണ് ഞാൻ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. Okay. King of Wands, Ace of Wands, Empress, Eight of Wands, Three of Wands, the World, Five of Wands, Ace of Pentacles, Queen of Cups, Temperance. ബോട്ടത്തിൽ വന്നിരിക്കുന്ന 6 of Wands ആണ്. നിങ്ങളൊരു സ്ട്രോങ് എനർജിയാണ്. നേരത്തെ നിങ്ങളിങ്ങനെയൊന്നും ആയിരുന്നിരിക്കില്ല, വളരെ സെൻസിറ്റീവായിരിക്കും. നേരത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഒരുപാട് വിഷമിക്കുന്ന വ്യക്തിയാണ്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല നിങ്ങൾ. അതായത് നിങ്ങളുടെ സിറ്റുവേഷൻസും നിങ്ങൾ കടന്നു പോകുന്ന വഴികളിലും ആണ് നിങ്ങളെ ഇപ്പോൾ ഇങ്ങനെ മാറ്റിയത്. ഒരുപാട് സ്ട്രോങ് ആയിട്ട് കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് അതായത് നിങ്ങൾ പോളിഷ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളിലൊന്നും മയങ്ങുന്ന വ്യക്തിയല്ല. ആരെങ്കിലും വന്ന് നിങ്ങൾ പോളിഷ്ഡ് ആയിട്ട് സംസാരിച്ച് നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ വന്നാൽ നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യുന്ന വ്യക്തിയല്ല ഇപ്പോൾ. അതുകൊണ്ട് തന്നെ പലർക്കും നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അവർക്ക് വേണ്ടത് ആ പോളിഷ്ഡ് ആയിട്ടുള്ള ആ പഴയ നിങ്ങളെയാണ്. പക്ഷേ നിങ്ങളിപ്പോൾ അങ്ങനെയല്ല. നിങ്ങൾ ഒരുപാട് മാറിപ്പോയി. നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ഈ സുഖിപ്പിക്കുന്ന വാക്കുകളൊന്നും നിങ്ങൾക്ക് ആവശ്യമല്ല. നിങ്ങൾക്ക് എല്ലാവരെക്കുറിച്ചും അറിയാം. നിങ്ങൾക്ക് എല്ലാവരെയും മനസ്സിലാക്കാൻ പറ്റും. ആരെ എവിടെ എങ്ങനെ വയ്ക്കണമെന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ തന്നെ ഇരിക്കും. അത് മറ്റുള്ളവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അത് ഇങ്ങനൊരു ക്യാരക്ടറുള്ള വ്യക്തികൾ എത്ര നല്ല വ്യക്തികളാണ്. പക്ഷേ മറ്റുള്ളവരെന്താണ് ചെയ്യുന്നത്? അവരുടെ കാര്യസാധ്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരെ ചൂഷണം ചെയ്യുകയും ഇങ്ങനെ പോളിഷ്ഡായിട്ട് നിൽക്കുക, അങ്ങനെ സ്വന്തം കാര്യം വേണ്ടി സ്വാർത്ഥതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തികളാണ്. പക്ഷേ നിങ്ങൾ അങ്ങനെയല്ല. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരെ യൂസ് ചെയ്യില്ല. നേരെ വാ നേരെ പോവാണ്. അത് നിങ്ങളുടെ കരിയറിൻ്റെ കാര്യത്തിലായാലും നിങ്ങളുടെ ജീവിതത്തിൽ ആയാലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലായാലും നിങ്ങൾ അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് നിങ്ങളെ കൂടെയുള്ളവർക്ക് പോലും ചിലപ്പോൾ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ അത്രയും നല്ലൊരു വ്യക്തിയാണെങ്കിൽ പക്ഷേ അവർ പറയുന്നത് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. നിങ്ങൾ ഒന്നിനും കൊള്ളാത്ത ഒരു വ്യക്തി എന്നായിരിക്കും അവർ നിങ്ങളെക്കുറിച്ച് പറയുന്നത്. അവർക്ക് വേണ്ടത് അവരെ പോലെയുള്ള ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ മാറിയാൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാം. അങ്ങനെ ഒരു മൈൻഡ് സെറ്റിലാണായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ കൂടെയുള്ള വ്യക്തികൾ പോലും ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ നിങ്ങളെ മാക്സിമം വേദനിപ്പിക്കാൻ ശ്രമിക്കും. പക്ഷേ നിങ്ങളുടെ ചിലപ്പോൾ കുറച്ച് പേർക്കൊക്കെ നിങ്ങളുടെ കൂടെയുള്ളവർ ചിലപ്പോൾ അങ്ങനെ തന്നെ ചെയ്യും. പക്ഷേ നിങ്ങളുടെ പുറത്തുള്ളവർക്ക് നിങ്ങൾ ഇത്രയും സ്ട്രോങ് എനർജിയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഡയറക്റ്റായിട്ട് നിങ്ങളടുത്ത് അങ്ങനെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവർ കുറുക്ക് വഴികൾ, അതായത് തിരിഞ്ഞു നിന്ന് നിങ്ങളെ വേദനിപ്പിക്കുക, തിരിഞ്ഞു നിന്ന് കൂട്ടം കൂടി നിങ്ങളെക്കുറിച്ച് ഗോസിപ്പ് പറയുക, ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് നടക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങളുടെ പണികൾ നിങ്ങൾക്ക് പണി തരിക, അതായത് നിങ്ങളുടെ ജോലിയിലോ കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്കിട്ട് പണി തരിക, ഇൻഡയറക്റ്റായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് നിങ്ങളെ വേദനിപ്പിക്കാനുള്ള ശ്രമം. പക്ഷേ അവിടെ നിങ്ങൾ തളർന്നു പോവില്ല. അവിടെ നിങ്ങൾ എണീറ്റ് തന്നെ നിൽക്കും എന്നുള്ളതാണ്. വന്നിരിക്കുന്ന ഇവിടെ ഏസ് ഓഫ് വാണ്ട്സ് ആണ്. നിങ്ങൾക്ക് കുറേ ഐഡിയാസ് ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ. നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു ന്യൂ ബിഗിനിങ്സ് വന്നുകൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ ചില കുറച്ച് പേരൊക്കെ നിങ്ങളുടെ ഐഡിയാസ് ഡെവലപ്പ് ചെയ്ത് പല പല കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും. ഓരോ സമയം ഓരോന്ന് പഠിക്കുക, ഓരോന്ന് ചെയ്യുക, ഓരോന്ന് ട്രൈ ചെയ്ത് അതിൽ വിജയിക്കുക. ഇത് കുറച്ച് പേർക്കൊക്കെ കലാപരമായിട്ടും നിങ്ങൾ അങ്ങനെയുള്ള വ്യക്തികളായിരിക്കും. ചില ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ചെയ്യുക. അങ്ങനെയൊക്കെ അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്താലും അതിനൊരു സക്സസ് വരും, അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കപ്പെടും മൊത്തത്തിൽ. ഇപ്പോൾ ഒരു കൂട്ടത്തിൽ കുറേ പേരിരിക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കപ്പെടുകയും നിങ്ങൾക്ക് എപ്പോഴും ഒരു വിജയം അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാവുകയും ചെയ്യുന്നത് മറ്റുള്ളവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ നിങ്ങളിൽ നിന്ന് മാറി നിന്ന് നിങ്ങളെ വേദനിപ്പിക്കാനായിരിക്കും, നിങ്ങളെക്കുറിച്ച് പറയാനായിരിക്കും ശ്രമിക്കുന്നത്. അതും ഒരു കാരണമാണ്. നിങ്ങളിൽ നിന്ന് അവർ നിങ്ങളെ വേദനിപ്പിക്കാനും അക്സെപ്റ്റ് ചെയ്യാതിരിക്കാനും. തന്നിരിക്കുന്നത് എംപ്രസ് ആണ്. നിങ്ങൾ കുറേ സെൽഫ് കെയർ ചെയ്യുന്ന വ്യക്തിയാണ്.
കുറച്ച് വെൽ ഡ്രസ്ഡ് ആയിട്ടൊക്കെ നടക്കുന്ന വ്യക്തിയായിരിക്കും. കുറച്ച് കാണാനൊക്കെ നിങ്ങൾ കുറച്ച് ഒരു അട്രാക്റ്റീവ് പേഴ്സണാണ്. നിങ്ങൾ കുറേ പണമുണ്ട്, നിങ്ങൾ സക്സസ് ആണ്, നിങ്ങൾ ഭയങ്കര സന്തോഷമായിട്ട് പോസിറ്റീവായിട്ട് ഹാപ്പിയായിട്ട് നടക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. ഇത് ചിലപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മുടേതായ കുറേ പേഴ്സണൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. എന്നാൽ പോലും നമ്മളതൊന്നും പുറത്ത് കാണിക്കാതെ നല്ല ഡ്രസ്സൊക്കെ ചെയ്ത് ഒരു മുഖത്തൊരു പുഞ്ചിരിയോടെ നല്ല രീതിയിൽ അതൊന്നും എത്ര പ്രശ്നങ്ങളുണ്ടെന്നും കാണിക്കാതെ നടക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്ത് കുറേ പേർക്ക് അസൂയയും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. കാരണം നമ്മളെപ്പോലെ അവർക്കിരിക്കാൻ കഴിയാത്തതാണ് അതൊരു റീസൺ. സോ അതും ഒരു കാരണമാണ്. നിങ്ങൾ ഇത്രയും നല്ലൊരു വ്യക്തിയായിട്ടിരുന്നാലും അവർക്ക് നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാതെ നിങ്ങളെ വേദനിപ്പിക്കാൻ അതൊരു കാരണമാണ്. ഇവിടെ നിങ്ങളൊരു കാര്യം സ്റ്റാർട്ട് ചെയ്താൽ അതിൽ ഫോക്കസ്ഡ് ആയിട്ട് പോകും. പല വേറെ കാര്യങ്ങളെ നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറേ പ്രശ്നങ്ങൾ മറ്റുള്ളവർ സൃഷ്ടിച്ചാലോ നിങ്ങളതൊന്നും വാല്യൂ നൽകാതെ ചിലപ്പോൾ നിങ്ങളെ പേഴ്സണലി അത് വേദനിപ്പിക്കുന്നുണ്ടാവും. എന്നാൽ പോലും അതിനെ നിങ്ങൾ ഓവർകം ചെയ്ത് നിങ്ങളുടെ കാര്യങ്ങളെ നോക്കി നിങ്ങൾ പോയിക്കൊണ്ടിരിക്കും. അതും കുറച്ച് ഫാസ്റ്റായിട്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ നടക്കും അതെല്ലാം. കാരണം ഇങ്ങനെ നമ്മൾ കുറച്ച് കട്ടൺ റൈറ്റായിട്ട് സ്ട്രെയിറ്റ് ഫോർവേഡായിട്ടൊക്കെ ഇരിക്കുന്നവർക്ക് ആ പ്രപഞ്ചശക്തി തന്നെ അതിനുള്ള ശക്തിയൊക്കെ തരും, സിറ്റുവേഷൻസും അങ്ങനെ ഉണ്ടാക്കി തരും. അത് നിങ്ങളുടെ ലൈഫിലായിരിക്കാം, റിലേഷൻഷിപ്പിൽ, ഏത് കാര്യത്തിലായാലും നിങ്ങൾ അങ്ങനെ പോകുന്ന ഒരു വ്യക്തിയാണ്. സോ അതും ഒരു കാരണമാണ് നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ എല്ലാം ഫാസ്റ്റായിട്ടും നല്ലതായിട്ടും സ്മൂത്തായിട്ടൊക്കെ പോകുന്നു എന്നുള്ള ഒരു ചിന്തയും നിങ്ങളെ വേദനിപ്പിക്കാനും മാറി നിന്ന് പറയാനും ഒക്കെ ഒരു കാരണമാണ്. പിന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ലൈഫിൽ കുറേ കാര്യങ്ങളുണ്ട്, എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നു, അതിനെക്കുറിച്ച് ഐഡിയ ഉണ്ട്, അതിനെ ചെയ്യാൻ തയ്യാറായാൽ ചിലപ്പോൾ നിങ്ങൾ മറ്റുള്ളവരോടോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഉള്ളവരോടായാലും നിങ്ങൾ പറയും അതിനെക്കുറിച്ച്. ഇപ്പോൾ എന്തായാലും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ പറയുമല്ലോ. പക്ഷേ ഫൈനൽ ഡിസിഷൻ നിങ്ങളെ എടുക്കൂ. അവരപ്പോൾ വന്ന് പല അഭിപ്രായങ്ങളും പറയുന്നുണ്ടാവും, അത് നിങ്ങൾ കേൾക്കും. പക്ഷേ നിങ്ങൾ അതായിരിക്കില്ല നടപ്പിലാക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനെ ചെയ്യൂ. നിങ്ങളുടെ തീരുമാനമായിരിക്കും നിങ്ങൾ നടപ്പിലാക്കുന്നത്. അതും മറ്റുള്ളവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല, കൂടെ ഉള്ളവർക്കും അത് അംഗീകരിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളെ ശരിയില്ല, നിങ്ങൾ തന്നിഷ്ടമുള്ള വ്യക്തിയാണ് എന്നുള്ള ഒരു നിലപാടും നിങ്ങളാരും പറഞ്ഞാൽ കേൾക്കില്ല, അങ്ങനത്തെ ഒരു കൊള്ളില്ല. നിങ്ങൾ അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കി നിങ്ങളെ അവർ വേദനിപ്പിച്ചുകൊണ്ടിരിക്കും. അത് ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും. നിങ്ങളിങ്ങനെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ടും നിങ്ങളുടെ തീരുമാനങ്ങളിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുകയും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൂടെയുള്ളവർക്കും ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ കുറേ പ്രശ്നങ്ങളും കുറേ വഴക്കുകളും നിങ്ങൾക്ക് ഉള്ളിൽ നടക്കും. അല്ലെങ്കിൽ കുറേ വ്യക്തികൾ വന്ന് നിങ്ങളുടെ ജീവിതത്തിൽ കുറേ 4 സൈഡിൽ നിന്ന് നിങ്ങൾ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. എല്ലാവരും നിങ്ങളെ അറ്റാക്ക് ചെയ്ത് ആക്രമിച്ച് ഒറ്റയ്ക്കാക്കിയാലും ആ പ്രപഞ്ചശക്തി അല്ലെങ്കിൽ ആ ഈശ്വരൻ്റെ ഒരു അനുഗ്രഹം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ട്. എന്ത് പ്രശ്നം വന്ന് എവിടെ നിങ്ങൾ ഡൗണായി തകർന്ന് നിങ്ങളെ തകർക്കാൻ എല്ലാവരും കൂടെ പ്ലാനിങ് നടത്തി നിങ്ങൾ തകർന്നു, നിങ്ങൾ തോറ്റു കഴിഞ്ഞു, നിങ്ങളെ തോൽപ്പിക്കണമെന്ന് എത്രയൊക്കെ ട്രൈ ചെയ്താലും ഫൈനലി എവിടെ കൂടെയെങ്കിലും ഒരു ആ കുരുക്കിൽ നിന്ന് ആ ഈശ്വരൻ എങ്ങനെയെങ്കിലും നിങ്ങളെ രക്ഷിച്ച് പുറത്ത് കൊണ്ടുവന്ന് നിങ്ങൾ അവിടെ വിജയിപ്പിക്കും. അങ്ങനെ ഒരു ചേഞ്ച് ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിക്കുന്നിടത്തുള്ള ഒരു ടേണിംഗ് പോയിന്റ് നിങ്ങളുടെ ലൈഫിൽ എല്ലാ കാര്യത്തിലും വന്ന് നിൽക്കും. അവരൊക്കെ എക്സ്പെക്റ്റ് ചെയ്ത് നിൽക്കും, ഇപ്പോൾ വീണു ഇപ്പോൾ തോറ്റു എന്ന് നിൽക്കുമ്പോൾ കൂടെ അവിടെ എന്തെങ്കിലും ഒരിത് വന്ന് ആ സക്സസ് എല്ലാം നിങ്ങൾക്ക് അനുകൂലമായി നടക്കും എന്തെങ്കിലും രീതിയിൽ. അതവർക്കെല്ലാം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതവർക്കൊരു സർപ്രൈസ് കൂടെയാണ്. പക്ഷെ അത് അംഗീകരിക്കില്ല. പക്ഷെ അവരുടെ ഉള്ളിൽ അങ്ങനെ ഉണ്ട്. നിങ്ങൾക്ക് എന്തോ ഒരു ഈശ്വര ശക്തി, ആ പ്രപഞ്ചശക്തിയുടെ അനുഗ്രഹം ഉണ്ട് എന്നുള്ളതും അവർക്ക് വളരെ അസൂയ ഉണ്ടാക്കുന്ന കാര്യവും. അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. കാരണം അവർക്ക് കിട്ടാത്തതാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. നിങ്ങൾക്ക് മണിയുണ്ട് എന്നുള്ള ആൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ അബണ്ടൻ്റാണ്, നിങ്ങൾക്ക് അങ്ങനെ പണമൊക്കെ ഉള്ള ഒരു വ്യക്തിയാണെന്ന് ചിന്ത കുറേ പേർക്കുണ്ടാകും. സെയിം അതുപോലെ തന്നെ നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾ മണി ഉണ്ടാക്കുന്നു എന്ന ഒരു ചിന്ത ഇവർക്കൊക്കെ ഉണ്ട്. നിങ്ങളുടെ കയ്യിൽ മണിയുണ്ട്, നിങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ നിങ്ങൾ പ്രാപ്തരാണ്, അതുകൊണ്ടാണ് നിങ്ങളിങ്ങനെ ഇരിക്കുന്നത് എന്ന ഒരു ടോക്കും ഇവർക്ക് ഉണ്ട്. അത് കൂടെയുള്ളവർക്കായാലും അങ്ങനെ കുറച്ച് പേരൊക്കെ ഇവരുടെ കയ്യിൽ മണിയുണ്ട്, കുറച്ച് പേർക്കൊക്കെ ഇവരുടെ കയ്യിൽ മണിയുണ്ട്, അതിൻ്റെ അഹങ്കാരം അങ്ങനെയൊക്കെ ചിന്തിച്ചും ഇവർ നിങ്ങളെ അതങ്ങനെയാണ്. മറ്റുള്ളവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ വിജയവും നമ്മുടെ മണിയും ഒക്കെ ഉണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ ചിലപ്പോൾ ഇവരുദ്ദേശിക്കുന്ന രീതിയിൽ നിങ്ങളുടെ കയ്യിൽ മണിയൊന്നും ഉണ്ടാവില്ല. എന്നാലും അവരങ്ങനെയാണ് ചിന്തിച്ചും കൂടെ നിങ്ങളെ മാറി നിന്ന് അവർ വേദനിപ്പിക്കുകയും പറയുകയും ചെയ്യും. പിന്നെ ഇവിടെ ക്യൂൻ ഓഫ് കപ്സ് ആണ്.
ഞാൻ ആൾറെഡി ഫസ്റ്റിലേ പറഞ്ഞു, നേരത്തെ നിങ്ങൾ കുറേ സെൻസിറ്റീവ് ആയിട്ടുള്ള വ്യക്തിയായിരിക്കും, കുറേ ഗീവിങ് നേച്ചറാണ്. നിങ്ങൾ മറ്റുള്ളവരെ പൂർണ്ണമായിട്ട് വിശ്വസിച്ച് അവർ എന്തൊക്കെ തെറ്റ് ചെയ്തിട്ട് വീണ്ടും വന്ന് പറഞ്ഞാലും നിങ്ങൾ അവരുടെ പുറകെ പോയി അവരെ അക്സെപ്റ്റ് ചെയ്ത് വീണ്ടും സെയിം സിറ്റുവേഷൻസിലൂടെ കടന്നു നിങ്ങൾ കുറേ സഫർ ചെയ്തിട്ടുണ്ട്, കുറേ വേദനിച്ചിട്ടുണ്ട് ജീവിതത്തിൽ. അങ്ങനെയാണ് നിങ്ങൾ ഇങ്ങനൊരു ട്രാൻസ്ഫർമേഷൻ, ഇങ്ങനൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വന്നത്. വളരെ ബോൾഡായിട്ട് നിൽക്കുന്ന, പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന, വളരെ എല്ലാവരെയും കണ്ണും പൂട്ടി വിശ്വസിക്കാനൊന്നും ഇപ്പോൾ നിങ്ങൾ തയ്യാറില്ലാത്ത ഒരു വ്യക്തിയാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ കൊടുക്കുന്നതെല്ലാം ചിലപ്പോൾ ഒക്കെ നിർത്തിയിട്ടുണ്ടാവും, കുറച്ച് പേരൊക്കെ കുറച്ചിട്ടുണ്ടാവും. നിങ്ങളുടെ സ്റ്റാൻഡിൽ നിങ്ങളിപ്പോൾ നിൽക്കുന്നുണ്ടാവും. നേരത്തെ അങ്ങനെയല്ല. മറ്റുള്ളവരെ സ്റ്റാൻഡിലൊക്കെ പലപ്പോഴും ഇഷ്ടമില്ലാതെങ്കിലും നിങ്ങൾ നിന്നിട്ടുണ്ടാവും. പക്ഷേ ഇപ്പോൾ ഞാനിങ്ങനെയാണ് എന്ന് പറഞ്ഞ് നിങ്ങൾക്കൊരു സ്റ്റാൻഡ് വെച്ച് നിങ്ങളൊരു വട്ടം വരച്ച് അതിൽ ഇരിക്കുന്ന അങ്ങനെ ഒരു അവസ്ഥയിലായിരിക്കും ചിലപ്പോൾ കുറച്ച് പേർ അങ്ങനെ ആയിക്കൊണ്ടിരിക്കാൻ ട്രൈ ചെയ്യുന്നുണ്ടാവും. എന്തായാലും അതവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവർക്കതല്ല വേണ്ടത്. അവർക്ക് ആ പഴയ നിങ്ങളെയാണ്, എല്ലാറ്റിനും നിങ്ങളെ യൂസ് ചെയ്യുന്ന, ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു പഴയ വ്യക്തിയാണ് അവർക്ക് വേണ്ടത്. പക്ഷേ ഇപ്പോൾ നിങ്ങളിൽ ആ ഒരു വലിയൊരു മാറ്റം വന്നു കഴിഞ്ഞു. അതവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള ആ പഴയ ആളെ കൊണ്ടുവരാൻ വേണ്ടി ചിലപ്പോൾ നിങ്ങളുടെ കൂടെയുള്ളവരെ നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ടാവാം. അതുമല്ലെങ്കിൽ മറ്റുള്ളവരും നിങ്ങൾക്കിട്ട് പണികൾ തരുന്നുണ്ടാവും. ടെമ്പറൻസ് വന്നിട്ടുണ്ട്. നിങ്ങളൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് ഇപ്പോൾ മാറിയിട്ടുണ്ട്. പണ്ട് ചെറിയ ഒന്നും നോക്കാതെ നിങ്ങൾ ചിലപ്പോൾ വഴക്ക് കൂടാൻ വന്നാൽ വഴക്കിന് പോകുന്ന ഒരു വ്യക്തിയായിരിക്കും നിങ്ങൾ. അല്ലെങ്കിൽ ഒരുപാട് സങ്കടപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കും. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് നിന്നു കൊടുക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. ഇഷ്ടമില്ലെങ്കിൽ പോലും മനസ്സിൽ പറഞ്ഞുകൊണ്ടാണെങ്കിൽ നിൽക്കുന്ന വ്യക്തിയായിരിക്കും. പക്ഷേ ഇപ്പോൾ നിങ്ങൾ അങ്ങനെയല്ല. നിങ്ങൾ ആവശ്യമില്ലാതെ എല്ലാറ്റിനും പോയി നിങ്ങളുടെ എനർജിയെ വേസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയല്ല ഇപ്പോൾ. നിങ്ങൾ മാറിക്കഴിഞ്ഞു. നിങ്ങളുടെ ലൈഫിൽ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മൈൻഡിലും കുറേ ബാലൻസ് ഇപ്പം വന്നിട്ടുണ്ടാവും നിങ്ങളുടെ ജീവിതത്തിൽ. ഇങ്ങനൊരു മാറ്റം അവരൊരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. എന്നും നിങ്ങളിങ്ങനെ സെൻസിറ്റീവായി നിങ്ങളെ ഇങ്ങനെ എടുത്തിട്ട് അലക്കാമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഒരു പ്രതീക്ഷയോടെ ഇരുന്ന വ്യക്തികൾക്ക് ഇപ്പോൾ അങ്ങനെ കഴിയുന്നില്ല എന്നുള്ളത് അവർക്ക് വേദനയുണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് നിങ്ങളെ അവർ വേദനിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതും ഇവിടെ കാണുന്നുണ്ട്. പിന്നെ ബോട്ടത്തിൽ ഇവിടെ വന്നിരിക്കുന്നത് വിക്ടറിയാണ്. നോക്കൂ, വിക്ടറി, സെലിബ്രേഷൻ, നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് എല്ലാമാണ് പറയുന്നത്. എല്ലാം നിങ്ങളിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു സക്സസ്സിനെ നോക്കി പോകുന്നു. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിൽ ഫോക്കസ്ഡ് ആയിട്ട് പോകുന്നു. നിങ്ങളിപ്പോൾ വേദനിപ്പിക്കൂ, അല്ലെങ്കിൽ ഗോസിപ്പ് പറയൂ, എന്നെ ആക്രമിക്കൂ, എന്താ വെച്ചാൽ ആയിക്കോളൂ. പക്ഷേ ഞാൻ എൻ്റെ സക്സസ്സിനെ നോക്കി പോകുന്നു, എൻ്റെ കാര്യങ്ങളെ ഫോക്കസ് ചെയ്ത് ഞാൻ പോകുന്നു എന്നുള്ള എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. പിന്നെ 3 ഓഫ് കപ്സ്, നിങ്ങളുടെ സന്തോഷങ്ങളെ നിങ്ങൾ കണ്ടെത്തുന്നു. ഇപ്പം നേരത്തെ എല്ലാം അങ്ങനെയല്ല, മറ്റുള്ളവർ എന്നെ സന്തോഷിപ്പിക്കണം, അല്ലെങ്കിൽ മറ്റുള്ളവർ ഇതുണ്ടെങ്കിലേ ഞാൻ സന്തോഷിക്കുവാൻ, മറ്റുള്ളവർ അങ്ങനെ നിന്നെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ സന്തോഷങ്ങളെ തേടി നിങ്ങൾ പോകാൻ തുടങ്ങിയിരിക്കുന്നു. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്, നിങ്ങളുടെ കാര്യങ്ങളെ നോക്കി പോകുന്നു, നിങ്ങൾ എന്താ ആയിക്കൊള്ളൂ എന്ന മട്ടിൽ. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളെ മാറി നിന്ന് പറയാനും വേദനിപ്പിക്കാനൊക്കെ ഉള്ള ഒരു കാരണം. നിങ്ങൾ ഇത്രയും നല്ല വ്യക്തിയായിരുന്നിട്ടും ഓക്കെ, അവരെന്താ വെച്ചാൽ ആയിക്കോട്ടെ, നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിൽ ഫോക്കസ്ഡ് ആയിട്ട് ഇതുപോലെ തന്നെ പോകൂ എന്നുള്ളതാണ് എൻ്റെയും ഈ പ്രപഞ്ചത്തിൻ്റെയൊക്കെ ആഗ്രഹം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇതിലുള്ള പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം ക്ലെയിം ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.